السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. പരിശുദ്ധ ദീനിന്റെ ഉലൂമിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഈ ലക്ഷ്യത്തിന് വേണ്ടി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സത്കർമ്മങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമാറാവട്ടെ. പഠിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും അതിന് വിധേയമായി ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചരിത്രപാത എന്ന നമ്മുടെ പതിവ് ചരിത്ര സഞ്ചാരത്തിലേക്ക് എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും സ്നേഹസമ്പന്നമായ സ്വാഗതം നേരുകയാണ്. മഹാനായ ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത ചരിത്രമാണ് നാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പതിവനുസരിച്ച് നമ്മുടെ ക്ലാസ് തുടങ്ങുവാനുള്ള സമയം ആകുന്നേ ഉള്ളൂ എന്ന് അഭിനന്ദനായ നൂർ ഫൈസി ഉസ്താദ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എന്നാലും നമ്മുടെ സാധാരണഗതിയിൽ ക്ലാസ്സിൽ ഉണ്ടാവാറുള്ള ആൾക്കാരെല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അഭിനന്ദനായ സലാം ബാഖവി ഉസ്താദ് അവർക്ക് വേണ്ടതുപോലെ സുഖമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ക്ലാസ് നേരത്തെ നിർത്തേണ്ടി വന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഞാനും ആ ഒരു അവസ്ഥയിലാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പരിപാടി ആരംഭിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഇന്ന് പറയേണ്ട ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വായനകളിലായിരുന്നു. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലുണ്ടായ വളരെ ഖേദകരമായ ദുഃഖകരമായ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്, ഫിത്നകളാണ് നാം പറയുകയുണ്ടായത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ അവസരങ്ങളിൽ വ്യക്തമായും വ്യംഗ്യമായും എല്ലാം സൂചിപ്പിച്ച ഫിത്നകളായിരുന്നു അത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആണ് ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും ഗുരുതരമായ ഫിത്നകൾ ഉണ്ടായത് എന്ന് മാത്രമല്ല, സമൂഹം അപജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ സമൂഹം ഒരു ശീലമാക്കി മാറ്റാൻ തുടങ്ങിയത് അന്നാണ് എന്നാണ് ചരിത്രത്തിന്റെ ശക്തമായ അനുമാനം. അതുകൊണ്ട് തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമായതാണ്. എന്തുകൊണ്ടെന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായത് ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളെക്കാൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാനുള്ള കാര്യം ഈ വിവാദങ്ങൾ കടന്നു വന്ന വഴിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ഒരു ജൂതന്റെ മനസ്സിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹം ദീർഘകാലം യമനിലാണ് ജീവിച്ചിരുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചടക്കം അദ്ദേഹത്തെ അസ്വസ്ഥമാക്കി എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ വലിയ സാമ്രാജ്യം
ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സാമ്രാജ്യം പരിശുദ്ധ അറേബ്യൻ ഉപഭൂഖണ്ഡം മുതൽ അങ്ങ് കാബൂൾ വരെയും തുനീഷ്യ വരെയും നീണ്ടുകിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ അറബികൾ മാത്രമല്ല അനറബികളുമുണ്ട്, കറുത്തവർ മാത്രമല്ല വെളുത്തവരുമുണ്ട്, ചുവന്നവരുമുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത പ്രകൃതക്കാരും വ്യത്യസ്ത കൾച്ചറുകളുള്ളവരുമായ ആൾക്കാരായിരുന്നിട്ട് പോലും അവരെയെല്ലാം ഇസ്ലാമിക ആദർശത്തിനും ഇസ്ലാമിക ഖലീഫക്കും ഒരേ സമയം ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന മനോഹരമായ ഒരു സാമൂഹ്യ ചിത്രമാണ് അവിടെ വരക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിൽ ആയിരുന്നു സത്യത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ അസ്വസ്ഥത. അതുകൊണ്ട് തന്നെ മജൂസി മതവും മാത്രമല്ല മറ്റു അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവതയും മറ്റു കാര്യങ്ങളെല്ലാം ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും അപജയപ്പെടുത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഈ ജൂതന്റെ മനസ്സിൽ ഉണ്ടായ പ്ലാൻ എന്ന് പറയുന്നത്, തന്റെ പ്ലാനുകൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, തന്റെ പദ്ധതികൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, വിജയം കാണണമെന്നുണ്ടെങ്കിൽ അതിന് തനിക്ക് ഇസ്ലാമിന്റെ പുറത്തു നിന്ന്, മുസ്ലിമീങ്ങളുടെ പുറത്തു നിന്ന് ഒരിക്കലും അത് സാധ്യമാവില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ കടക്കുകയേ മാർഗമുള്ളൂ എന്ന് അയാൾ കരുതുകയും അങ്ങനെ അയാൾ മുസ്ലിമായി രംഗപ്രവേശനം ചെയ്യുകയും ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസത്തെ അധ്യായത്തിൽ നമ്മൾ പറയുകയുണ്ടായി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പലപ്പോഴും ഇസ്ലാമിന്റെ ബാഹ്യശക്തികളിൽ നിന്ന് നമുക്ക് വ്യക്തമായ എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷേ അതിനേക്കാൾ വലിയ അപകടങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ. അതിനെ നാം ഒരിക്കലും അവഗണിക്കാൻ പാടില്ല, ചെറുതായി കാണാൻ പാടില്ല, വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് മനസ്സിലാക്കുകയാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെയുള്ള നീക്കങ്ങൾ, ആ നീക്കങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു സബ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം രാജ്യത്തുടനീളം ഒരു പര്യടനം നടത്തുകയാണ്. ആ പര്യടനത്തിൽ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. കടന്നു പോകേണ്ടി വന്ന ആ ഭൂപ്രദേശങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ, തനിക്ക് ആൾക്കാരെയും പിന്തുണയും ഒക്കെ കിട്ടിയത് കൂഫ, ബസറ തുടങ്ങിയ ഇറാഖിയൻ നഗരങ്ങളിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളുടെയും വിത്തുകൾക്ക് വളരെ പെട്ടെന്ന് മുളക്കാൻ കഴിയുന്ന, അതേസമയം ഒരുപാട് നന്മകളുടെയും ഒരുപാട് നല്ല മനുഷ്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും സദാത്തുക്കളുടെയും എല്ലാം ഗേഹവും കൂടിയാണ് ഇറാഖിയൻ നഗരങ്ങൾ എന്നത് നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്നാലും പൊതുവെ അവിടുത്തെ സാമൂഹ്യമായ അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളോട് വല്ലാത്ത ഒരു പ്രതിപത്തി കാണിക്കുകയും പ്രശ്നങ്ങളുടെ ഒപ്പം കൂടി സമൂഹത്തിൽ സിന്ദാബാദ് മുഴക്കാനുള്ള ത്വര ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തരം സ്വഭാവം ആ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അതേപോലെ അദ്ദേഹം പിന്നീട് പോയത് ഈജിപ്തിലേക്കായിരുന്നു. ഈജിപ്തിലും ഇതേപോലെയുള്ള ഒരവസ്ഥയാണ്. അദ്ദേഹത്തിന് ചെറിയ പിന്തുണകളൊക്കെ ലഭിക്കുകയുണ്ടായി ഈജിപ്തിലേക്ക്. ഷാമിലൂടെ അദ്ദേഹം കടന്നുപോയി എന്ന് നാം പറഞ്ഞു. ഷാം ഇസ്ലാമിക രാജ്യത്തിന്റെ വലിയൊരു പ്രവിശ്യയായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ ഷാമിൽ അദ്ദേഹത്തിന്റെ ചെപ്പടി വിദ്യകളൊന്നും വിജയിക്കുകയുണ്ടായില്ല. കാരണം എന്താണ് എന്നും നമ്മൾ പറയുകയുണ്ടായി. അവിടുത്തെ ഗവർണർ വളരെ സമർത്ഥനായ ഒരു ഭരണാധികാരിയെ പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. മഹാനായ ഹസ്രത്ത് മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില വാക്കുകളിൽ നമ്മൾ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ നന്മകളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും എല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് തന്റെ ഭരണീയരായ ആൾക്കാർ, അവരോട് ഒരു ഹൃദയ ബന്ധം അദ്ദേഹം സ്ഥാപിച്ചു എന്നാണ്. ഷാമുകാർക്കെല്ലാം മുആവിയയെ ഇഷ്ടമായിരുന്നു, മുആവിയക്ക് ഷാമുകാരെ എല്ലാം ഇഷ്ടമായിരുന്നു. പരസ്പര സ്നേഹത്തിന്റെ നൂൽപാലത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടതായിരുന്നു അവരുടെ മനസ്സുകൾ എന്നാണ് ചരിത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ആരെന്തുമായി അവരുടെ നാട്ടിൽ വന്നിറങ്ങിയാലും അവരാദ്യം നോക്കുക തങ്ങളുടെ ഗവർണർ ഏത് പക്ഷത്ത് നിൽക്കുന്നു, ഏത് അഭിപ്രായത്തിൽ നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സബഇന് ഷാമിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ നേരത്തെ ഹിജാസിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിവര്യന്മാർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് മുമ്പിലൊന്നും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നാലും മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെയുള്ള നീക്കങ്ങളിൽ ചെറിയ പിന്തുണകളൊക്കെ ലഭിച്ച, തന്റെ കാഴ്ചപ്പാടുകൾക്ക് പിന്തുണ ലഭിച്ച അബ്ദുല്ലാഹ് ഇബ്നു സബ മെല്ലെ
ഓരോ പ്രദേശങ്ങളിലുമുള്ള അമീറുമാരുടെ കയ്യിൽ നിന്നുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കിയോ അല്ലെങ്കിൽ ചില കുറവുകളെയോ കുറ്റങ്ങളെയോ ഒക്കെ പെരുപ്പിച്ച് കാണിക്കുവാനും അതുവഴി ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുവാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് നമ്മൾ വിശദമായി കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത പടി എന്ന അർത്ഥത്തിൽ അദ്ദേഹം പിന്നെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന്റെ നയപരിപാടികളുടെയും മേലിലും അദ്ദേഹം കൈവെക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും അബ്ദുല്ലാഹിബ്നു സബഇന്റെ അനുയായികളും ഒരുപാട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു അവയെല്ലാം എന്ന് നമ്മൾ പറയുകയുണ്ടായി. ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ഉന്നത ശീർഷനായ സഹാബിയെ, അതുപോലെ തന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാനായ സഹാബി വരനെ ഒക്കെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അപമാനിക്കുന്ന വിധത്തിൽ അടിക്കുകയുണ്ടായി എന്ന ആരോപണമായിരുന്നു ഒരാരോപണം. അതുപോലെ തന്നെ ഖുർആൻ അദ്ദേഹം ജംഅ് ചെയ്യുകയുണ്ടായി. ആ സംഭവം നമ്മൾ നേരത്തെ ഉള്ള അധ്യായങ്ങളിൽ പറയുകയുണ്ടായിട്ടുണ്ട്. ആ സംഭവം അതൊരു ബിദ്അത്തായിരുന്നു എന്നും മാത്രമല്ല അന്ന് നിലവിലുണ്ടായിരുന്ന മറ്റു മുസ്ഹഫിന്റെ പ്രതികൾ അതിന്റെ ചരിത്ര ഭാഗങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നശിപ്പിച്ചു കളയുകയായിരുന്നു. അത് പിന്നീട് വളർന്നു വലുതാവാതിരിക്കാനും അതെന്തെങ്കിലും തരം കക്ഷിത്വങ്ങളിലേക്കോ വിഭാഗീയതയിലേക്കോ സമൂഹത്തെ കൊണ്ടെത്തിക്കാതിരിക്കാനുമെല്ലാം ഉള്ളൊരു മുൻകരുതൽ എന്ന അർത്ഥത്തിൽ സഹാബിമാരെല്ലാവരുടെയും അഭിപ്രായ പ്രകാരമായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. അത് വളരെ കടുത്ത പാതകമാണ്. അതേപോലെ തന്നെ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ മദീന മുനവ്വറയിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ നാടുകടത്തി. അതുപോലെ തന്നെ ഒരിക്കൽ തന്റെ ഹജ്ജ് യാത്രയിൽ അദ്ദേഹം നമസ്കാരങ്ങൾ ഖസറാക്കി നമസ്കരിക്കുന്ന സുന്നത്തിന് പകരമായി അദ്ദേഹം ആ സുന്നത്ത് ഉപേക്ഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുആവിയ ബിൻ അബൂ സുഫിയാൻ എന്ന് പറയുന്ന തന്റെ സ്വന്തം കുടുംബക്കാരന് അബ്ദുല്ലാഹ് ബിൻ ആമിർ എന്ന് പറയുന്ന തന്റെ സ്വന്തം കുടുംബക്കാരന് മർവാൻ ബിൻ ഹക്കം എന്ന് പറയുന്ന മറ്റൊരു കുടുംബക്കാരൻ തുടങ്ങിയ തന്റെ കുടുംബക്കാരായ ആൾക്കാർക്ക് ഉന്നത അധികാരങ്ങൾ നൽകി എന്ന ആരോപണം മറ്റൊരു ആരോപണമായിരുന്നു. അതുപോലെ തന്നെ കൂഫയിലെ വാലിയായിരുന്ന ഗവർണറായിരുന്ന വലീദ് ബിൻ ഉഖബയ്ക്ക് നേരെയായിരുന്നു. വലീദ് ബിൻ ഉഖബ സ്വഭാവം കൊണ്ടൊരു തെമ്മാടിയായ ഒരാളെ അധികാരത്തിൽ ഇരുത്തി അവരോധിച്ചു. ഇത് ഖലീഫയുടെ കെടുകാര്യസ്ഥതയാണ്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള സ്വന്തക്കാരെയും ബന്ധുക്കാരെയും സ്വജനപക്ഷപാതം അതായിരുന്നു ഏറ്റവും പ്രധാനമായും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ ഓരോന്നും തന്റെ മുമ്പിൽ വരികയുണ്ടായി. ആ ആരോപണങ്ങളെ സംബന്ധിച്ചെല്ലാം നാട്ടിൽ വലിയ സംസാരങ്ങൾ ഉണ്ടായി. ആ സംസാരം പിന്നെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാതിലുമെത്തി. അദ്ദേഹം അതിനെപ്പറ്റി ചിന്താനിമഗ്നനായി ഒരുപാട് സമയം ഇരിക്കുകയുണ്ടായി. നാം കഴിഞ്ഞ ആഴ്ചയിലെ ചരിത്രപാതയിൽ സലാം പറഞ്ഞു പിരിയുമ്പോൾ നാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടത് മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ഖുബാഇന്റെ തൊട്ടായി കിടക്കുന്ന അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ആണ് ആ ചരിത്ര പ്രസിദ്ധമായ പള്ളിയുടെ അടുത്തായി ചരിത്ര പ്രസിദ്ധമായ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ വക്കിൽ അദ്ദേഹം ഇരിക്കുകയാണ്. കിണറിന്റെ കരയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിൽ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ അങ്ങനെ ചിതറി പല കാര്യങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ അറിയാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ വിരലിലുണ്ടായിരുന്ന മോതിരം കിണറ്റിലേക്ക് വീഴുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നാടായ മദീന മുനവ്വറയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശമേറ്റ പുണ്യമായ ചരിത്ര സ്ഥാനങ്ങളിൽ ഒന്നാണ് മസ്ജിദ് ഖുബ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മദീന മുനവ്വറയിൽ സിയാറത്ത് ചെയ്യുന്നവർക്ക് കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഈ പള്ളി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വയിൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മസ്ജിദുൽ നബവിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് പള്ളി. ഇവിടെയായിരുന്നു ഇത് ഖുബ എന്ന് പറയുന്ന പ്രദേശം. മക്കായിൽ നിന്ന് അക്കാലത്ത് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദീനയിൽ എത്തുമ്പോഴുള്ള ആദ്യത്തെ പ്രവേശന കവാടമാണ് ഖുബ എന്ന് പറയുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ തന്റെ ഒട്ടകം അവിടെയാണ് മുട്ടുകുത്തിയത് എന്ന് ചരിത്രങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പരിസരത്താണ് ഈ പള്ളി. ബനു ഔഫ് ബിൻ ആമിർ കുടുംബത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി സ്ഥാപിച്ചത്. മദീനയിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച ആദ്യത്തെ പള്ളി എന്ന പ്രത്യേകത ഈ പള്ളിക്ക് തന്നെയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പള്ളിയുമായി വല്ലാത്തൊരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. പിൽക്കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള സമയങ്ങളിലൊക്കെ ശനിയാഴ്ചകളിൽ, മിക്കവാറും ശനിയാഴ്ചകളിലെല്ലാം നടന്നോ അല്ലെങ്കിൽ വാഹനത്തിലോ ആയി നബി ഇവിടം സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും തന്നെ മദീനയിലെ പ്രായം ചെന്ന സ്വദേശികളായ അറബികൾ പലർക്കും ഇങ്ങനെ ഒരു പതിവുണ്ട് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നമ്മൾ പറഞ്ഞു പോരുന്നത് ഈ പള്ളിയുടെ പടിഞ്ഞാറു ഭാഗത്തായി നിൽക്കുന്ന ഒരു കിണറാണ്. ഈ കിണർ ബിർ അരീസ് എന്നാണ് ഈ കിണറിന്റെ പേര്. പിൽക്കാലത്ത് ഇതിന് ബിർ ഖാത്തം, മോതിര കിണർ എന്ന പേരും ഇതിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ പേര് ലഭിക്കാനുണ്ടായ കാരണം ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഈ സംഭവം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ആ കിണറ്റിലേക്ക് വീഴുകയുണ്ടായി എന്നാണ്. ഈ കിണർ പിന്നെ അതിനുശേഷം പിന്നീട് ചരിത്രത്തിൽ പലപ്പോഴും ഈ ബിർ ഖാത്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഒരു ജൂതന്റെ കയ്യിലുള്ളതായിരുന്നു ഈ ജൂതന്റേതായിരുന്നു ഈ കിണർ. ഈ കിണറിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ അങ്ങനെയുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ടല്ലോ. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മോതിരം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. അത് ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ധരിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അത് രണ്ടാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ലഭിക്കുകയുണ്ടായി. പിന്നീട് അത് സ്വാഭാവികമായും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെത്തി. ഖലീഫമാർ കൈമാറിയ ഒരു മോതിരം എന്ന അർത്ഥത്തിൽ ഈ മോതിരത്തെ ഖാത്തമുൽ ഖിലാഫത്തിന്റെ മോതിരം എന്നും ആലങ്കാരികമായി പറയാറുണ്ട്. അങ്ങനെ ഒരു ചിഹ്നം എന്നോ അല്ലെങ്കിൽ അതിനൊരു അങ്ങനെ ഒന്നുമില്ല. നബി കൊടുത്ത ഒരു തിരുശേഷിപ്പായിരുന്നു അത്. ഏതായിരുന്നാലും മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിനിടയിൽ കിണർ അതിലേക്ക് വീണുപോയി എന്നാണ്. ഈ മോതിരം നഷ്ടപ്പെട്ടത് ഖലീഫയെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹം ആകെ പരിഭ്രാന്തനായി. ഖിലാഫത്തിന്റെ മോതിരം കൈമോശം വന്നത് അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ കുഴക്കി. അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്നായി അദ്ദേഹം. അങ്ങനെ മോതിരം തെരയുവാൻ വേണ്ടി അദ്ദേഹം തന്റെ ആൾക്കാർക്ക് കൽപ്പന കൊടുത്തു. എന്നിട്ട് ചരിത്രം പറയുന്നത് 3 ദിവസത്തോളം അവർ തെരഞ്ഞു എന്നാണ്. ആ കിണറ്റിലെ മുഴുവൻ വെള്ളവും അവർ വറ്റിക്കുക പോലും ചെയ്തു എന്നാണ് അതിന് വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. പ്രവാചകന്റെ ഒരു തിരുശേഷിപ്പ് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിനും സമൂഹത്തിനും താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഏതായിരുന്നാലും ഈ സംഭവം വ്യക്തമായ മറ്റൊരു സൂചന സത്യത്തിൽ ചരിത്രപരമായി നൽകുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പ് എന്ന അർത്ഥത്തിലുള്ള ആ മോതിരം നഷ്ടപ്പെട്ടതോടുകൂടെ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകുകയും കൂടുതൽ കുഴഞ്ഞുമറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു. സൂക്ഷ്മമായി ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണമായിരുന്നു. ഇങ്ങനെ ഒരു ആരോപണം അബ്ദുല്ലാഹിബ്നു സബവും അനുയായികളും പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ, അതായത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം പ്രശസ്തനായ അറിയപ്പെടുന്ന ഒരു ഖുർആൻ പണ്ഡിതനായിരുന്നു. ഒരുവിധം എല്ലാവർക്കും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയാം.
നബിയുടെ നിഴലായി ജീവിച്ച ആളാണ് എന്നും നബിയുടെ തിരുവായിൽ നിന്ന് ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായ ആളാണെന്നും വിശുദ്ധ ഖുർആൻ മുഴുവനുമായി നബിയിൽ നിന്ന് കേൾക്കാനുണ്ടായ ഭാഗ്യമുണ്ടായ ആളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ജമ്മൽ ഖുർആന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ജമ്മൽ ഖുർആന്റെ മുമ്പ് പ്രത്യേകിച്ചും ഷാം നാടുകളിലും അതുപോലെ തന്നെ ഇറാഖിയൻ പ്രദേശങ്ങളിലും ഒക്കെ തന്നെയും ഏറ്റവും വ്യാപകമായി ജനങ്ങൾ പിന്തുടർന്നിരുന്ന പാരായണം എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരായണമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ചില മുസ്ഹഫുകളും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. പൂർണ്ണമായ മുസ്ഹഫുകളായിരുന്നില്ലെങ്കിലും ചില ഖുർആന്റെ ഭാഗങ്ങൾ തോലിലോ മറ്റോ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അക്കാലത്ത് നടപ്പിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു പല ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല തുടങ്ങിയ പ്രധാനപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാരുടെയും സഹാബിവര്യന്മാരുടെയും എല്ലാം ഖിറാഅത്തുകളും മുസ്ഹഫുകളും എല്ലാം പ്രചാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അക്കൂട്ടത്തിൽ വളരെയേറെ പ്രശസ്തമായിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു ഉന്നത ശീർഷനായ ഒരാളെ ഖലീഫ അപമാനിച്ചു എന്നൊരു വാർത്ത പരന്നാൽ, പ്രചരിച്ചു കിട്ടിയാൽ, അത് വിജയിച്ചു കിട്ടിയാൽ അതിന് നല്ലൊരു കയ്യടി ലഭിക്കും, അതിന്റെ ഒപ്പം കൂടാൻ ഒരുപാട് ആൾക്കാരെ കിട്ടും. ഖലീഫ അങ്ങനെ ചെയ്തോ, നമ്മളെല്ലാം അത്ര ആദരിക്കുന്ന ഒരാളെ അങ്ങനെ ചെയ്തോ എന്ന് സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കും എന്നൊരു പ്രതീക്ഷയാണ്, അങ്ങനത്തെ ഒരു തോന്നലാണ് അബ്ദുല്ലാഹി ഇബ്നു സബൈനെയും കൂട്ടക്കാരെയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. സത്യത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞാൽ മഹാനായ നബിയുടെ മടിയിലിരുന്ന് വളർന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്റെയും കാതിന്റെയും മുമ്പിലിരുന്ന് ജീവിതം കെട്ടിപ്പടുത്ത ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ. അവരൊന്നും ഒരിക്കലും ശരിയുടെയും നന്മയുടെയും അല്ലെങ്കിൽ ധാർമ്മികതയുടെയും ഒന്നും പാതയിൽ നിന്നും ഒരിക്കലും തന്നെ വളരെ അകലെ സഞ്ചരിക്കാൻ അവർക്കൊന്നും കഴിയില്ല എന്നാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രകടിപ്പിച്ചത് വലിയ സന്തോഷമായിരുന്നു എന്നാണ്. അന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബായഅനാ ഖൈറനാ, നമ്മളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ആളോട് ബൈഅത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി, എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത്രയും വലിയ ആളായിരുന്നു. മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ഒരാളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അതോടൊപ്പം തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലെ ബൈത്തുൽ മാലിന്റെ ഗവർണറാക്കിയിരുന്നു. അവിടുത്തെ പൊതുഖജനാവിന്റെ ഗവർണറായിരുന്നു അദ്ദേഹം. ആ സമയത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു കൂഫയിലെ ഗവർണർ. കൂഫയിലെ ഗവർണറായിരുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലായിക്കൊണ്ട് ബൈത്തുൽ മാലിന്റെ അവിടുത്തെ പൊതുഖജനാവിന്റെ ഗവർണറായി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഇതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായി അവിടെ കൂഫയിൽ. അതായത് ഗവർണറായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവും ബൈത്തുൽ മാലിന്റെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു. ഒരിക്കൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഗവർണർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് കടമെടുത്തു. ആ കടം നിശ്ചിത സമയത്ത് തിരിച്ച് ഏൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതിന്റെ പേരിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ ഒരാളാണ്. എന്തായിരുന്നാലും അവസാനം അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വേറെ സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ചില ആരോപണങ്ങളെ കൂഫക്കാർ ഉന്നയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അവിടുന്ന് ഒഴിവാക്കി. അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കിയില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോടുമുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ ബഹുമാനത്തിന്റെയും വലിയ സ്ഥാനമാനങ്ങൾ കൽപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധമായിരുന്നു എന്നതാണ് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും
പിന്നീട് ഈ വിഷയമുണ്ടായത് ഉസ്മാൻ റളിയല്ലാഹുവിനും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഈ മുസ്ഹഫിനെ ചൊല്ലിയാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല ഖുർആൻ ജംഅ് ചെയ്തപ്പോൾ അതിനെതിരെ ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെതായ ഒരു മുസ്ഹഫ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ മുസ്ഹഫുമായി ഉമ്മുൽ മുസ്ഹഫിന്, അതായത് ഹഫ്സ റളിയല്ലാഹു തആല അൻഹായുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആദ്യത്തെ മുസ്ഹഫിന്, മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്ന മുസ്ഹഫിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് സൂറത്തുകളുടെ ക്രമത്തിന്റെ കാര്യത്തിലും ചില ഖിറാഅത്തുകളുടെ കാര്യത്തിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമായിരുന്നു. വളരെ വളരെ പിന്നെ ഗുരുതരമായ വ്യത്യാസങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ഈ വിഷയം പിന്നെ നിലവിൽ നിൽക്കെ ഖുർആൻ ജമ്മു ചെയ്യുകയുണ്ടായി. ഖുർആൻ ജമ്മു ചെയ്തതിന്റെ അനന്തര നടപടി എന്ന നിലക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറ്റു നിലവിലുള്ള ഇത്തരം മുസാഫുകളെല്ലാം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും അവയെല്ലാം കത്തിച്ചു കളയുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. ഇങ്ങനെ കത്തിച്ചു കളയാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് അത് വല്ലാത്ത ഒരു വേദനയായി. സത്യത്തിൽ എന്റെ ഖിറാഅത്തിലോ എന്റെ മുസാഫിലോ വിരുദ്ധമായി ഒന്നുമില്ല, എല്ലാം സഹീഹ് തന്നെയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില സ്ഥാന വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതെല്ലാം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അത് മതപരമായി ആ വിഷയങ്ങളിൽ തെറ്റുകളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണിത് കത്തിക്കുന്നത് എന്ന് ചോദിച്ചു. അത് നിലനിർത്തിക്കൂടെ എന്ന് ഒരു വാദം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉന്നയിക്കുകയുണ്ടായി. അവസാനം അദ്ദേഹം അങ്ങനെയുള്ള ഒരു വാദം ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് വരികയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. പ്രധാനപ്പെട്ട സഹാബിവര്യന്മാരും ഉണ്ടായിരുന്നു, അവരോടെല്ലാം ആ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രധാനപ്പെട്ട സഹാബിവര്യന്മാരെല്ലാവരും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ള, ഇത് നിങ്ങളുടെ കയ്യിലുള്ള മുസാഫിനോടുള്ള വിരോധമായി നിങ്ങൾ കാണരുത്. മറിച്ച് ഇത് നിങ്ങളുടെ ജീവിതകാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്തോ ഒന്നും പ്രശ്നമുണ്ടാക്കില്ലെങ്കിലും സമൂഹം വലുതാവുകയും ദൂരദിക്കുകളിലും മറ്റു സമൂഹങ്ങളിലേക്കൊക്കെ മറ്റു കൾച്ചറുകളിലേക്കൊക്കെ ഇസ്ലാം എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ദൂരവ്യാപകമായ ചില അനർത്ഥങ്ങൾ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മുസാഫുകളൊക്കെ ഒഴിവാക്കി എല്ലാവരുടെയും എല്ലാ അഭിപ്രായ പ്രകാരവും സഹീഹാണ്, അസഹാണ് എന്ന് ഏകകണ്ഠമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ജമ്മ ചെയ്ത ആ മുസ്ഹഫിനെ തന്നെ നമ്മൾ മുസ്ഹഫായി അംഗീകരിക്കുകയായിരിക്കും ഭംഗി എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത്തരം തീരുമാനങ്ങളും നീക്കങ്ങളും നടത്തുന്നത് മുസ്ലിമീങ്ങൾക്കുള്ള പൊതുവായ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ഈ വിഷയത്തിൽ താങ്കളോടോ അല്ലെങ്കിൽ താങ്കളുടെ നയങ്ങളോടോ ഖലീഫയ്ക്ക് ഒരിക്കലും വ്യക്തിപരമായ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് താങ്കൾ അങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് വളരെ പ്രമുഖരായ സഹാബിവരന്മാർ മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാണ്. ചരിത്രങ്ങളെല്ലാം പിന്നീട് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ആ നൈമിഷികമായ സ്വാഭാവികമായ വികാരങ്ങൾ, അതൊരു തെറ്റായ വികാരം എന്ന് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും ആ വികാരം ഭാവിയിൽ അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കി തീർത്തേക്കാം എന്നതുകൊണ്ട് തന്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്ന് മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മുമ്പിൽ പോയി അദ്ദേഹം അതിൽ ഖേദം രേഖപ്പെടുത്തുകയും തുടർന്ന് മരണം വരെയുള്ള ജീവിതകാലത്ത് മുഴുവനും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാതെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതകാലം അവസാനം വരെ ജീവിച്ചു എന്നതാണ് ഈ ചരിത്രം. ഈ ചരിത്രത്തിന് വിരുദ്ധമായ ചരിത്രങ്ങളൊക്കെ തന്നെയും അബ്ദുല്ലാഹി ഇബ്നു സബഓ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകാരായ ചരിത്രകാരന്മാരോ എഴുതി പിടിപ്പിക്കാൻ ശ്രമിച്ച വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ചു, വാരിയല്ലുകൾ പൊട്ടുന്ന അത്ര അടിച്ചു. മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗവൺമെന്റ് അതായാത്ത് എന്ന് പറഞ്ഞ പെൻഷനുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർത്തലാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ശരിയായ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ചു എന്നാണ്. അതിനെപ്പറ്റി അബ്ദുല്ലാഹി ഇബ്നു സബ പറഞ്ഞത് അടിച്ചു എന്ന് മാത്രമല്ല ഹത്താ ഫതഖ അംആഉ, തന്റെ ആമാശയങ്ങൾ പുറത്തിയാടുന്ന അത്ര അടിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് തന്നെ വളരെ അതിശയോക്തിയുള്ള കാര്യമാണ്. ഒരാളെ അടിച്ച് ആമാശയം പുറത്തു ചാടാവുന്ന ആ രൂപത്തിൽ അടിച്ചാൽ ആ കാലഘട്ടത്തിൽ ഒരാൾക്കും അതിനെ സർവൈവ് ചെയ്യാൻ, അതിനെ അതിജീവിക്കാൻ
കഴിയില്ല. കാരണം അക്കാലത്ത് വൈദ്യശാസ്ത്രം അത്ര വികാസം പ്രാപിച്ചിട്ടില്ല. ചെറിയ കുറച്ച് ആഴമുള്ള ഒരു മുറിവുണ്ടായാൽ തന്നെ അതിന്റെ പേരിൽ ജനങ്ങൾ മരിച്ചു പോകുന്ന ഒരു കാലമായിരുന്നു സത്യത്തിൽ ആ കാലം എന്ന് പറയുന്നത്. അപ്പം ഒരാളെ അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആമാശയം പുറത്തു ചാടാൻ മാത്രം അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു തൽക്ഷണം മരിച്ചു എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. സത്യത്തിൽ അതുണ്ടായിട്ടില്ല. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം മുഴുവനും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. മാത്രമല്ല പിൽക്കാലത്ത് വന്ന ഖേദകരമായ അധ്യായങ്ങളൊന്നായ സിഫീൻ യുദ്ധത്തിൽ പിന്നെ ആണ് അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്ത് ഉണ്ടായത്. അദ്ദേഹം അതുവരെയും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാ ചരിത്രങ്ങളും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോപണവും ദുരുപതിഷ്ഠിതമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സത്യത്തിൽ. എന്നാൽ ഇതിനാസ്പദമായി ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവും അബ്ബാസ് ബിൻ ഉത്ബ നമ്മൾ നേരത്തെ ഈ ചരിത്രത്തിന്റെ ആദ്യത്തിൽ അബൂൽ ഹബിന്റെ മകൻ ഉത്ബത്തിനെ പറ്റി പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ അബ്ബാസും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ തുടർന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഖദ്ഫ് എന്ന് പറയുന്ന അപവാദം പറയുകയുണ്ടായി. അപവാദം പറഞ്ഞാൽ അതിന് സത്യത്തിൽ ആ കേസ് ഖലീഫയുടെ കോടതിയിലെത്തി. ഖലീഫ വിചാരണ ചെയ്തു. ആ കേസിലൊക്കെ പരിഹാരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ രണ്ടുപേരും ഖദ്ഫ് പറയുകയുണ്ടായി. എന്നാൽ ആ ഖദ്ഫ് വളരെ ഗുരുതരമായതായിരുന്നില്ല. ആ സന്ദർഭത്തിൽ ഇസ്ലാമിക ജഡ്ജ് ചെയ്യേണ്ടത് തഅ്സീർ എന്ന് പറയുന്ന ശിക്ഷാ നടപടിയാണ്. തഅ്സീർ എന്ന് പറയുന്നത് ജഡ്ജിക്ക് എന്താണോ അഭിപ്രായമെങ്കിൽ ആ അഭിപ്രായത്തിന് വിധേയമായി കൊണ്ടുള്ള ഒരു ശിക്ഷ, ഒരു കൈൻഡ് ഓഫ് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് തഅ്സീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും വിളിച്ച് പിന്നെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞതിന് ശിക്ഷണ നടപടി എന്ന അർത്ഥത്തിലുള്ള അടി കൊടുക്കുകയുണ്ടായി എന്നാണ്. ഈ ഒരു അടി എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ തഅ്സീർ എന്ന അർത്ഥത്തിൽ മാത്രമുള്ളതായിരുന്നു. എന്നാൽ ആ അടി പോലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുള്ള ബന്ധങ്ങൾക്ക് യാതൊരു കോട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പിൽക്കാലത്തുണ്ടായ ചരിത്രങ്ങൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അബ്ദുല്ലാഹി ഇബ്നു സബ ഉയർത്തിയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ തന്നെ ഖലീഫ പല പ്രവിശ്യകളിലേക്കും പ്രഗത്ഭരായ സഹാബിവരന്മാരെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച കൂട്ടത്തിൽ ഈജിപ്തിലേക്ക് ഖലീഫ പറഞ്ഞയച്ചത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ ആയിരുന്നു. അപ്പം ഖലീഫയും അമ്മാറും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം എന്നതിന് ശേഷവും വെറുതെ ഇത്തരത്തിൽ ഒരു ചെറിയ സംഭവത്തെ ആസ്പദമാക്കി അതൊരു വലിയ പ്രശ്നമായി സമൂഹത്തിൽ ഉന്നയിക്കുകയും അതിനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുകൊണ്ട് അതിന് വാലും തലയും ഒക്കെ വെച്ചുകൊണ്ട് അതിനെ വ്യത്യസ്തമായ രൂപത്തിൽ സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എഴുന്നള്ളിക്കുകയും ചെയ്യുകയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് നേരെ അബ്ദുല്ലാഹി ഇബ്നു സബവും കൂട്ടരും ഇതുപോലെ യാതൊരു അർത്ഥവുമില്ലാത്ത ആരോപണങ്ങളാണ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ആരോപണമായിരുന്നു ജമ്മുൽ ഖുർആൻ അതൊരു ബിദ്അത്താണ് എന്ന വാദം എന്ന് പറയുന്നത്. സത്യത്തിൽ അതിനെ ഒരിക്കലും തന്നെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഈ വിഷയത്തിൽ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തീരുമാനമെടുത്തത് എല്ലാ പ്രധാനികളായ സഹാബിവരന്മാരോടും കൂടി ആലോചിച്ച് കൊണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവനയായിക്കൊണ്ടാണ് ജംഉൽ ഖുർആനെ കാണുന്നത്. കാരണം അത് സമൂഹത്തിന്റെ പ്രമാണത്തെ സംരക്ഷിക്കുകയാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം ഫിത്നകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമായിരുന്നത് നമുക്കൊക്കെ ഇക്കാലത്ത് ഇരുന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സഹാബിവരന്മാർ അക്കാലത്ത് ഇതിനെ സംബന്ധിച്ച് പ്രശംസിക്കുകയുണ്ടായത് ഇങ്ങനെയാണ്: ഇന്ന ഹാദൽ അംറ അഫ്ളലു മിൻ ഹഫ്രിഹി ബിഅർ റൂമ. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ബിഅർ റൂമ. അത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബിഅർ റൂമ സംഭാവന ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ജമ്മുൽ ഖുർആൻ. മാത്രമല്ല ജയ്ഷുൽ ഉസ്റയെ ഒരുക്കാൻ വേണ്ടി നടത്തിയ സംഭാവനയേക്കാൾ. കാരണം എന്തെന്നാൽ ഈ ജമ്മുൽ ഖുർആൻ എന്നതിന്റെ ഫലം മുസ്തമിറുൻ ഇലാ യൗമിൽ ഖിയാമ, അത് അന്ത്യനാൾ വരേക്കും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. മാത്രമല്ല എല്ലാ സഹാബിമാരും ഒരാൾ പോലും അഭിപ്രായ വ്യത്യാസം, ഏതെങ്കിലും ഒരാൾ അതിൽ ചെറിയൊരു അഭിപ്രായ
അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയുണ്ടായത് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം അടക്കമുള്ളവരെല്ലാം അവരുടെ അത്തരം അഭിപ്രായങ്ങളിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് സഹാബിമാരുടെ ഇജ്മാഅ് ഉള്ള ഒരു വിഷയമായിരുന്നു അത് എന്നാണ്. അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ സ്വഹാബിവരൻ മഹാനായ ഹസ്രത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് ഈ സംഭവം പറയുകയുണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? സത്യത്തിൽ ഈ വിഷയത്തിലൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു സബൈന്റെ അഭിപ്രായങ്ങളെ ഏറ്റുപിടിക്കുന്ന ആൾക്കാരാണ് ഷിയാക്കൾ ഇപ്പോഴും അത്തരത്തിലുള്ള അബദ്ധ വിശ്വാസങ്ങൾ ഉള്ളവരാണ് എന്ന് നമുക്കറിയാം. അവരാണെങ്കിലും അലി റളിയല്ലാഹുവിനെ ആരാധ്യനായി കാണുന്നവരുമാണ്. അലി റളിയല്ലാഹുവിന് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചെങ്ങനെയാണ്? ലൗലം യഫ്അൽഹു ഉസ്മാൻ ലഫഅൽതുഹു അന. ഉസ്മാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ ചെയ്യുമായിരുന്നു, എന്റെ ഭരണകാലത്ത് ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പിൽക്കാലത്ത് അലി റളിയല്ലാഹു പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പിൽക്കാലത്ത് പ്രകടമായപ്പോൾ അലി റളിയല്ലാഹു വ്യക്തമായും പറയുകയുണ്ടായി, അയ്യുഹന്നാസ് അല്ലാഹ ഇയ്യാകും വൽ ഗുലുവ ഫീ അംരി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം ചെയ്തത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിവരന്മാരുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളായിരുന്നു എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ജമ്മൽ ഖുർആന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരുമിച്ച് കൂട്ടുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി നടത്തിയ ചർച്ച അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുമായിട്ടായിരുന്നു. അദ്ദേഹമാണ് അന്ന് പറയുകയുണ്ടായത്, ഇങ്ങനെ പിന്നെ ഫൈൻ ഇഖ്തലഫ്തും അൽ ആൻ, അവരിപ്പോൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമാണ് ജനങ്ങൾക്കിടയിൽ, ഇങ്ങനെ ഖിറാഅത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ, അഭിപ്രായാന്തരങ്ങൾ വരികയാണ് എങ്കിൽ ശേഷമുള്ളവർക്ക് ഇതിനേക്കാൾ വലിയ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കും. അതുകൊണ്ട് നല്ലത് ഇങ്ങനെ ജമ്മ ചെയ്തുകൊണ്ട് മുസ്ഹഫുൽ ഇമാമിന്റെ കോപ്പികൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങളാണ്. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തി എന്നതാണ്. അബൂദർ റളിയല്ലാഹുവിനെ നാട് കടത്തി എന്ന് പറയുന്ന സംഭവം, അബൂദർ റളിയല്ലാഹു മദീനയിൽ നിന്ന് നാട് മാറിയത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെയാണ് എന്നത് നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ ഒരു നാട് കടത്തൽ എന്ന് പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരാളിപ്പോൾ ഒരു നാട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ വേറൊരു നാട്ടിലേക്ക് നാട് കടത്തിയാൽ അതിന്റെ അർത്ഥം, നാട് മാറിയാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഗവൺമെന്റോ ഭരണാധികാരിയോ തന്നെ നാട് കടത്തി എന്നാണോ? അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹാബിവരന്മാരുടെ കൂട്ടത്തിൽ വളരെ വളരെ പ്രശസ്തനും വളരെ പ്രമുഖനുമായ സഹാബിയായിരുന്നു. മാത്രമല്ല ഏറ്റവും വലിയ വറഉം സൂക്ഷ്മതയൊക്കെ പുലർത്തിയ സഹാബിയായിരുന്നു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം സത്യത്തിൽ ഷാമിലായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെന്നാണ്. ഷാമില് അബ്ദുല്ലാഹി ഇബ്നു സബ അബൂദറിനെ കണ്ടു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷാമിൽ മുആവിയ ഉണ്ടായ കാരണത്താൽ അബ്ദുല്ലാഹി ഇബ്നു സബയിന്റെ തന്ത്രങ്ങളൊന്നും വില പോയില്ല എന്ന് പറയുകയുണ്ടായി. എന്നാലും എന്തെങ്കിലും ഒരു ഫിത്ന ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം അവസാനം ചെന്നെത്തിയത് അബൂദറിന്റെ അടുക്കലായിരുന്നു. അബൂദറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സബ പറഞ്ഞു, നോക്കൂ അബൂദർ, മുആവിയ എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നൽ മാല മാലുല്ലാഹ്, സമ്പത്ത് എല്ലാം അള്ളാഹുവിൻ്റെതാണ്, സ്വത്തെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ മുആവിയ ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ജനങ്ങളുടെ സ്വത്ത് അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. മുതലൊക്കെ അള്ളാന്റെ മുതലാണ്, നിങ്ങളെ മുതലല്ല എന്ന് ഉള്ള ഒരു ആശയം ജനങ്ങൾക്കിടയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള പ്രമുഖരായ സഹാബിയന്മാർ ഇതിനെതിരെ പ്രതികരിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂദറിനെ ഇളക്കി വിടുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ പോലെ വലിയ വറയുള്ള ആളായിരുന്നു. മാത്രമല്ല അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം നേരെ ചൊവ്വേ മുആവിയ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, മുആവിയ നിങ്ങൾ പറയാറുണ്ടോ, നിങ്ങൾ പറയുന്നുണ്ടോ അൽ മാലു മാലുല്ലാഹ്, സ്വത്തൊക്കെ അള്ളാന്റെതാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് വളരെ ബഹുമാനത്തോടെ മുആവിയ പറഞ്ഞു, അതെ, കാരണം യർഹമുക്കല്ലാഹ്
യാ അബാദർ, അബൂദർ, അള്ളാഹുവിന്റെ അനുഗ്രഹം കടാക്ഷം നിങ്ങൾക്കുണ്ടാവട്ടെ. അലസ്നാ ഇബാദല്ലാ, നമ്മൾ അള്ളാഹിന്റെ അടിമകളല്ലേ. അൽ മാലു മാലുഹു, സ്വത്തെല്ലാം അള്ളാഹുവിന്റെ സ്വത്താണ്. വൽ ഖൽഖു ഖൽഖുഹു, സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. വൽ അംറു അംറുഹു, കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കാര്യങ്ങളാണ്. ഇതന്നെയല്ലേ നമ്മുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നതിൽ എന്താണ് അബൂദർ തെറ്റ്? വളരെ ബഹുമാനത്തോടെ മുആവിയ ചോദിച്ചു. അപ്പോൾ അബൂദർ പറഞ്ഞു, ഫലാ തഖുൽഹു, അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ സ്വത്ത് അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ മുആവിയ പറഞ്ഞു, കാരണം മുആവിയ എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനമാനങ്ങൾ വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സമർത്ഥനായ ഭരണാധികാരി തന്നെയാണ്. അദ്ദേഹം വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞു, ഓക്കെ അബൂദർ, ശരി, ലൻ അഖൂൽ, എന്നാ ഞാൻ ഇനി അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? അബൂദർ ഉടനെ തന്നെ ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങുകയും ഷാമിലെ ഓരോ പണക്കാരുടെയും അടുക്കൽ ചെന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ പറയുകയുണ്ടായി. നിങ്ങൾ സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്ത് കേൾക്കുക. വല്ലദീന യക്നസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യാതെ സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുന്ന ആൾക്കാർ, ആ ആൾക്കാർ അവർ ചെയ്യുന്നത് അവരോട് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് അവരെ അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് തന്നെ മൻ ഇംതലക അക്തറ മിൻ ഖൂതി യൗമിൻ വാഹിദിൻ, ഒരു ദിവസത്തേക്ക് വേണ്ട ഭക്ഷണത്തിലധികം ആരുടെയെങ്കിലും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഫഖദ് കനസൽ മാൽ, അവൻ സ്വത്ത് കൂട്ടിവെച്ചവനാണ്, സംഭരിച്ചവനാണ്. വദഖല തഹ്ത ഹുക്മി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ അതായത് അള്ളാഹുവിന്റെ ശക്തമായ അദാബിന് വിധേയരുമാണ് എന്ന് അബൂദർ നാടിലുടനീളം പറഞ്ഞ് നടക്കുകയുണ്ടായി എന്നാണ്. ഇത് വല്ലാത്തൊരു ഗുരുതരമായ പ്രശ്നമാണ് ഉണ്ടാക്കുക. അതായത് ഒരു ദിവസത്തേക്കാൾ അധികം നീക്കിവെപ്പുള്ള എല്ലാവരും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് സാമൂഹ്യ തലത്തിൽ വല്ലാത്ത ഒരു ആശങ്ക ഉണ്ടാക്കും എന്നത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്തായിരുന്നാലും അദ്ദേഹം നാടുനീളെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അവസാനം മുആവിയാന്റെ അടുക്കലും വന്നു. മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ അടുക്കലും വന്നുകൊണ്ട് അബൂദർ ഈ കാര്യം പറഞ്ഞു. മുആവിയ, നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിലപ്പുറം, വസ്ത്രത്തിലേക്കപ്പുറം ഉണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിലാണ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളത് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാകും എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുആവിയ പറഞ്ഞു, ബഹുമാനത്തോടെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നന്നാസ ലാ യുതീഖു ദാലിക, ജനങ്ങൾക്കിത് കഴിയില്ലല്ലോ. ഇത് പിന്നെ വഹാദൽ അംറു ലൈസ ബി വാജിബിൻ, അതൊരു വാജിബായ കാര്യമല്ല. ഒരാള് തനിക്ക് ഒരു ദിവസത്തേക്ക് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നന്നു, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ അത് നിർബന്ധമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അബൂദർ എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല അപ്പോഴേക്കും ജനങ്ങളൊക്കെ തന്നെയും അത്തരത്തിലുള്ള പലപ്പോഴും നമ്മൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചില വായനകൾ നടത്തുമ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയും ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അബൂദർ ആയിരുന്നു എന്നൊക്കെ അവർ അലങ്കാരികമായി പറയാറുണ്ട്. അതൊന്നും ശരിയല്ല. പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മനസ്ഥിതി മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്നു എന്നാണ്. എന്തായിരുന്നാലും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കേന്ദ്ര ഭരണാധികാരിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവരം നൽകി. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അബൂദറിനെ വിളിച്ച് താങ്കളൊന്ന് ഉപദേശിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയുണ്ടായി. മഹാനായ ഉസ്മാൻ ഗഫാർ റളിയല്ലാഹു അൻഹു അബൂദറിനെ വിളിച്ചു വരുത്തി. ഖലീഫ വിളിച്ചു വരുത്തിയപ്പോഴേക്കും അബൂദറിന് കാര്യം പിടികിട്ടി. അബൂദർ പറഞ്ഞു, വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അബൂദർ ഖലീഫയോട് ഇങ്ങോട്ട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അബൂദർ പറഞ്ഞോളൂ. മറ്റൊന്നുമല്ല, നബി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളോട് നബി പറഞ്ഞത്? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനി അൻ അഖ്റുജ മിൻഹാ ഇദാ ബലഗൽ ബിനാഉ സിലഅൻ. മദീനയിലെ ജനവാസം സിലഅ പർവ്വതത്തിന്റെ അവിടേക്ക് എത്തിയാൽ, ജനവാസം ഇങ്ങനെ വളർന്ന്
നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജനവാസം എന്ന് പറയുന്നത് മസ്ജിദുൻ നബവിയെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. പിന്നെ കുറച്ച് വലുതായി അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോഴേക്ക് മദീനയിൽ ജനങ്ങൾക്ക് ഒരുപാട് വളർന്ന് ജനങ്ങളുടെ വീടുകൾ ഏകദേശം സിലഅ് പർവ്വതം എന്ന് പറയുന്നത് ഖന്തക് യുദ്ധം നടന്ന പ്രദേശത്ത് നിൽക്കുന്ന ആ പർവ്വതമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിലാണ് തന്റെ മസ്ജിദുൽ ഫതഹൊക്കെ, ഇപ്പൊ ഖൈബറിലുള്ള മസ്ജിദുൽ ഫതഹൊക്കെ നിൽക്കുന്നത് സിലഅ് പർവ്വതത്തിന്റെ താഴ്വാരത്താണ് നിൽക്കുന്നത്. അപ്പൊ ആ സിലഅ് പർവ്വതത്തിന്റെ അത്ര ബിനാ എത്തിക്കഴിഞ്ഞാൽ അബൂദർ നിങ്ങൾ മദീനയിൽ നിന്ന് പോകണം എന്ന് എന്നോട് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ തന്നെ മറ്റൊന്നും പറയാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, വളരെ സന്തോഷം, നിങ്ങൾ അങ്ങനെ പോവുകയാണ് എങ്കിൽ വളരെ സന്തോഷം, കാരണം നബി നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ പോവുകയാണെങ്കിൽ അതിന് ഞാൻ തടയുന്നൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ അടിസ്ഥാന വിഷയത്തെ പറ്റിയുള്ള ഒരു ചർച്ച, അതായത് അബൂദർ റളിയല്ലാഹു അൻഹു ഷാമിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ചും മുആവിയ നൽകിയ പരാതിയെ സംബന്ധിച്ചും എന്നുള്ള ഒരു ചർച്ച തന്നെ സത്യത്തിൽ നടന്നിട്ടില്ല അബൂദർ, ഉസ്മാൻ എന്നിവർക്കിടയിൽ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി. സത്യത്തിൽ മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദീർഘക്കാഴ്ചയായിരുന്നത്. കാരണം അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്ഥിതി, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിന് എത്രമാത്രം കാര്യങ്ങളെ സഹിക്കാൻ കഴിയും, വഹിക്കാൻ കഴിയും, എല്ലാം അറിയുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹളാറത്ത്, നാഗരികത വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അബൂദറിനെ പോലെ ഒരു വറാഇന്റെയും സൂക്ഷ്മതയുടെയും ഒരാൾക്ക് മദീന പോലുള്ള ഒരു നഗരത്തിൽ അത്രയെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നൊരു പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഓക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫമർ റഅയ്യു, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉരീദു അർ-റബ്ദ, ഞാൻ റബ്ദയിലേക്ക് മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. ഫഫ്അൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പ്രകാരം തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളൂ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയും സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം, ഈ സംഭവത്തിൽ നമുക്ക് വ്യക്തമാണ് അബൂദർ റളിയല്ലാഹു അൻഹു പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ആ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം റബ്ദയിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നഫിയ്, അതായത് നാട് കടത്തൽ എന്നോ ആട്ടി ഓടിക്കൽ എന്നൊക്കെ ഇതിനെ പറയാൻ കഴിയും. ഒരാൾ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം മാത്രമല്ല നബി തിരുമേനിയുടെ വാക്കിനെ മാനിച്ചുകൊണ്ടെന്നോണം പോവുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല ഈ യാത്രയിൽ ഉമ്മുദറിനെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അബൂദറിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പിന്നെ എല്ലാവിധ സഹായങ്ങളും, അവർക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒട്ടകങ്ങള്, 2 അടിമകള്, അതുപോലെ തന്നെ തനിക്ക് ചെലവിനാവശ്യമായ മാർഗം, ഇതെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗവൺമെന്റ് ചെലവിൽ തന്നെ കൊടുക്കുകയുണ്ടായി എന്നാണ്. നാട് കടത്തുന്ന ഒരാളോട് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യും? ഒരിക്കലും ചെയ്യുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാട് കടത്തലല്ല, മറിച്ച് ഇതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ, ഇനി അങ്ങനെയാണ് എന്ന് വാദിച്ചാൽ തന്നെ നാട് കടത്തൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൂരത്തുള്ള ഒരു കാട്ടിലേക്കോ അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്കോ ഒക്കെ ആയിരിക്കണം. റബ്ദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെയായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു പോയത് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ റബ്ദ എന്ന് പറയുന്ന പ്രദേശമാണെങ്കിലോ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം 3 മൈൽ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. വെറും 3 മൈൽ അകലെയുള്ള. അപ്പം മദീനയിൽ നിന്ന് 3 മൈൽ അകലെയുള്ള ഒരു പ്രദേശത്തേക്ക് പിന്നെ മാറി താമസിച്ചു എന്ന് പറയുന്നതിനെ നാട് കടത്തി എന്നൊക്കെ ആക്കി വ്യാഖ്യാനിക്കുകയായിരുന്നു സത്യത്തിൽ ശത്രുക്കൾ ചെയ്തത്. അവിടെ അദ്ദേഹം ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം മാത്രമല്ല അവിടെ താമസിച്ചിരുന്നതെന്നാണ്. ഇപ്പൊ നാട് കടത്തി എന്ന് പറയുമ്പോൾ തന്നെ വിജനമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ ക്ലേശിപ്പിക്കാൻ വേണ്ടി നാട് നടത്തിയെന്ന് പറയാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. റബ്ദയിൽ അബൂദർ റളിയല്ലാഹു അൻഹു ഒരു പള്ളി നിർമ്മിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലും പറയുന്നുണ്ട്. പിന്നെ പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റബ്ദയിൽ അദ്ദേഹം മാത്രമാണെങ്കിൽ പള്ളിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിസ്കരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒന്ന് അദ്ദേഹത്തെ സ്വന്തം
ഇഷ്ടപ്രകാരം പോകാൻ ഖലീഫ അനുവദിക്കുകയായിരുന്നു. പോകുമ്പോൾ ഖലീഫ ആവശ്യത്തിനുള്ള ചെലവിനുള്ള എല്ലാ മാർഗങ്ങളും കൊടുക്കുകയുണ്ടായി. അദ്ദേഹം പോയത് തന്നെ റബദയിലേക്കാണ്. റബദ മദീനയിൽ നിന്ന് വെറും 3 മൈൽ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ അദ്ദേഹം മാത്രമല്ല വേറെ ആൾക്കാരും ജീവിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, എങ്ങനെ ഓരോ ആരോപണങ്ങളെയും പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹുവിനെ പറ്റിയും ഇങ്ങനെ പറയുകയുണ്ടായി. ഷാമിലായിരുന്നു അബൂ ദർദാ റളിയല്ലാഹു. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം അവിടുത്തെ ഖാദിയായിരുന്നു. ഷാമിലെ ഒരു ഖാദിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അവിടുത്തെ ഖാദിയായ അബൂ ദർദാവിനെ ബലമായി സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുകയും അദ്ദേഹത്തെ നാട് കടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി. സത്യത്തിൽ ഇതും അവരുടെ കൂട്ടത്തിലെ ഒരു ആരോപണമായിരുന്നു എന്നാണ്. അബൂ ദർദാ റളിയല്ലാഹു വളരെ പ്രധാനിയായ സഹാബിയാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു കാർക്കശ്യമുള്ള സ്വഭാവമാണ്. സത്യത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ഒരു സ്വഭാവമായിരുന്നു അബൂ ദർദാവിൻ്റെത് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ നടപടിക്രമങ്ങളൊക്കെ വളരെ ഗൗരവമായതായിരുന്നു. ഷാമിലെ അക്കാലത്തെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ വളരെ അനുനയത്തിലും വളരെ സൗഹാർദ്ദപരമായും പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു വളരെ പരുഷമായ ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരാതികളുടെ കൂമ്പാരമായിരുന്നു ഖാദിയെ സംബന്ധിച്ച്. ഖാദി അങ്ങനെ ചെയ്യുകയാണ്, അങ്ങനെ പറയുകയാണ്, അങ്ങനത്തെ നടപടി, ഇങ്ങനെ ഒരുപാട്. അപ്പൊ പിന്നെ അവസാനം പരാതികൾ വർദ്ധിച്ചു വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തെ അവിടുന്ന് പിന്നെ തൽക്കാലം ആ ഖാദി സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് നല്ലത് എന്ന്. എന്നാൽ അബൂ ദർദാവിനെ പോലുള്ള ഒരു പ്രധാനിയായ ഒരു സഹാബി വരനെ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഒരു ഉത്തരവിലൂടെ മാത്രം പുറത്താക്കുക എന്ന് പറയുന്നത് തീരെ ഒരു മാന്യതയല്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാവിനെ വിളിച്ചു വരുത്തുകയും വളരെ സൗമനസ്യത്തോടുകൂടെയും ബഹുമാനത്തോടെയും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ പിന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ജനങ്ങൾക്ക് അങ്ങനെ പരാതിയാണെങ്കിൽ ഞാൻ ആ ഒരു സ്ഥാനം അങ്ങോട്ട് ഒഴിവാക്കാമെന്ന് അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. മാത്രമല്ല അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഷാമിൽ ജീവിക്കുന്നതിനേക്കാൾ മദീന മുനവ്വറയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളോട് ഒപ്പം ജീവിക്കാനുള്ള താല്പര്യമായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ബലമായി സ്ഥാനത്യാഗം ചെയ്യിച്ചു എന്നോ നാട് കടത്തി എന്നൊക്കെ പറയാൻ കഴിയും. ഒരിക്കലുമില്ല. ഒരാൾ മദീനയിലേക്ക് വരിക എന്നാൽ അദ്ദേഹത്തിന് ഷാമിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് മദീന മുനവ്വറ. മദീന മുനവ്വറയിലേക്ക് മാറി താമസിക്കാൻ അബൂ ദർദാ ഉദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെതിരെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയും എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി ഒരു ചരിത്രങ്ങളും പറയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനത്തെ ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ. ഇതുപോലെ തന്നെ ഉള്ള ആരോപണങ്ങളായിരുന്നു എല്ലാ ആരോപണങ്ങളും. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് വന്ന ആരോപണങ്ങൾ ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളായിരുന്നു എന്നാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം മുആവിയ ബിൻ അബൂ സുഫിയാൻ തന്നെയായിരുന്നു. മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ കുടുംബക്കാരനാണ്. എല്ലാവർക്കും അറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഷാമിലെ ഗവർണറാക്കി എന്നാണ്. ഈ സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് പ്രദേശങ്ങളിൽ ഗവർണർമാരായും ഖാദിമാരായും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ച ആൾക്കാർ അവരാരും തന്നെ, ഉദാഹരണമായിട്ട് യഅല ബിൻ ഉമയ്യ, അദ്ദേഹം യമനിലെ വലിയായിരുന്നു, ഗവർണറായിരുന്നു. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനല്ല. മക്കായിലെ ഗവർണർ അബ്ദുല്ലാഹി ബിൻ അംർ അൽ ഹളറമി, അതുപോലെ തന്നെ ഹമദാനിലെ ഗവർണർ ജരീർ ബിൻ അബ്ദുല്ലാഹി അൽ ബിജ്ലി, തായിഫിലെ ഗവർണർ ഖാസിം ബിൻ റബീഅത്ത് അസ്സഖഫി, കൂഫയിലെ ഗവർണർ അബൂ മൂസ അൽ അശ്അരി, ബസ്രയിലെ ഗവർണർ അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ ഖുറൈൽ, മിസ്റിലെ ഈജിപ്തിലെ ഗവർണർ അബ്ദുല്ലാഹി ബിൻ സഅദ് ബിൻ അബി സർഹ്, പിന്നെ ഹിംസിലെ അബ്ദുറഹ്മാൻ ബിൻ ഖാലിദ്, ജോർദാനിലെ അബുൽ അവർ സുലമി, ഫലസ്തീനിലെ അൽഖമ ബിൻ ഹക്കം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് പ്രവിശ്യകളിലെ ഗവർണർമാരാരും തന്നെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരായി ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത എന്നാണ്.
ആ കൂട്ടത്തിൽ ആകെ അബ്ദുല്ലാഹ് ഇബ്നു സാഹിബിന് ഖുറൈൽ, മുആവിയ ബിൻ അബൂ സുഫിയാൻ, ഈ രണ്ട് ആൾക്കാരല്ലാതെ മറ്റാരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരായി പ്രധാന ഗവൺമെന്റ് ജോലികളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമല്ല ഇസ്ലാമിക രാജ്യം. ഇസ്ലാമിക രാജ്യം ഒരുപാട് വികാസം പ്രാപിച്ച സമയമാണ്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബക്കാരെയും സ്വന്തം അമ്മാവന്മാരെയും എളാപ്പന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ ഗവർണർമാരാക്കി, കാദിമാരാക്കി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമായ കാര്യമല്ല. ചരിത്രം കൊണ്ടത് തെളിയിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല വളരെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെയും ബനു ഉമയ്യ കുടുംബക്കാരല്ലാത്തവരെയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിയോഗിക്കുക ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് ശരിയായും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഇനിയിപ്പോ വേറെ ചോദ്യം ചോദിക്കാനുള്ളത്, ബനു ഉമയ്യ കുടുംബക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി എന്നതുകൊണ്ട് ബനു ഉമയ്യ ഗോത്രക്കാർക്ക് ആർക്കും ഒരു ഉന്നത പദവിയും വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരിൽ യോഗ്യന്മാരായ ആൾക്കാരുണ്ടെങ്കിൽ യോഗ്യന്മാരായ ഭരണാധികാരികളെ കൊടുക്കേണ്ടത് യോഗ്യനായ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് അദ്ദേഹത്തിന്റെ ഭരണത്തെ സഹായിക്കാനുള്ളതാണ്. മാത്രമല്ല ബനു ഉമയ്യ കുടുംബത്തെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യം എന്താ ഉള്ളത്? അങ്ങനെയും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സത്യത്തിൽ ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അതൊന്നുമല്ല നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാനുള്ളത്. നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി, അത് ശരിയാണ്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ യസീദിനെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും അതിൻ്റെതായ മുബററാത്ത്, അതിൻ്റെതായ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ചരിത്രത്തിലുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി വളരെ സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു, ഉന്നതനായ സ്വഹാബിവരനായിരുന്നു മുആവിയ ബിൻ അബീ സുഫിയാൻ. നമ്മൾ പലപ്പോഴും സിഫീൻ യുദ്ധം, സിഫീൻ യുദ്ധം തുടങ്ങിയ ആഭ്യന്തര കലാപങ്ങൾ, യസീദ് ബിൻ മുആവിയയെ വാഴിക്കാൻ ശ്രമിച്ച ശ്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ നമുക്ക് പലപ്പോഴും പലതരം ആശങ്കകളും തോന്നിയേക്കാം. എങ്കിൽ തന്നെയും അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു, നല്ല സത്യസന്ധനായ ഒരു സഹാബിയായിരുന്നു എന്നത് അവിതർക്കിതമായ കാര്യമാണ്. മാത്രമല്ല വലിയ സ്ഥാനമാനങ്ങൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മുആവിയക്ക് ലഭിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശമേലാപ്പിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുത്തയക്കുന്ന വഹീകൾ എഴുതി വെച്ചിരുന്ന നബിയുടെ കുത്താബിൽ, നബിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു മഹാനായ മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. അതൊരു വലിയ സ്ഥാനം തന്നെയല്ലേ? അതായത് ആ ആകാശത്തിൽ നിന്ന് വരുന്ന വഹയിന്റെ സത്യസന്ധതയുടെ കാര്യത്തിൽ നബിക്ക് മുആവിയയെ വിശ്വാസമായിരുന്നു എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റോമിനെതിരെയുള്ള സൈന്യം, ആ സൈന്യം യസീദ് ബിൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് പോയത്. പക്ഷേങ്കിലും ചീഫ് കമാൻഡറുടെ അസിസ്റ്റന്റായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തുകൊണ്ടാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സാമർത്ഥ്യത്തെ അംഗീകരിച്ചു എന്ന് തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് വന്ന് നോക്കൂ, അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിംസിലെ ഗവർണറായി നിയോഗിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ച വ്യക്തിത്വമാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ. അവിടെ ഹിംസിൽ ഉണ്ടായിരുന്നത് ഉമർ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിതനായി. പകരം വെച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇവരെല്ലാം അംഗീകരിച്ച വ്യക്തിത്വം തന്നെയായിരുന്നു മുആവിയയുടേത്. അല്ലാതെ തന്റെ ആള് അധികാരത്തിൽ ഖലീഫയായി വന്നപ്പോൾ മുആവിയ ചാടി എണീറ്റുകൊണ്ട് ഷാമിൽ ഗവർണർ ആയതായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു വളരെ നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. ഹിജ്റ 6-ാം വർഷമോ അല്ലെങ്കിൽ 8-ാം വർഷമോ ആണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാം മതാശ്ലേഷണത്തെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളിൽ പറയുകയുണ്ടായി.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ അല്ലാഹുമ്മ ഹ്ദിഹി എന്ന് മുആവിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരെ ആ ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രബലമായ പക്ഷങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ അവസാന ഘട്ടത്തിൽ ഷാമിലെ, നേരത്തെ ഹിംസിലെ വാലിയായിരുന്നു അദ്ദേഹം. ഹിംസ് എന്ന് പറയുന്നത് ഷാമിലാണ്, ഷാമിലെ ഒരു നഗരം മാത്രമാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഷാമിലെ മുഴുവൻ ഭരണാധികാരിയാക്കി, അതായത് ഗവർണറായി നിയോഗിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാൻ കഴിയും. അതായത് ഷാമിൽ മുആവിയ ഗവർണർ ആയതിനെയാണ് അബ്ദുല്ലാഹ് ഇബ്നു സബവും ഫിത്നക്കാരും ഒരാരോപണമായി ഉന്നയിക്കുന്നതെങ്കിൽ അത് ചെയ്തത് സത്യത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ല, മറിച്ച് അത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പിന്നെ അവിടുത്തെ അമീറുമാർ, അവിടെ വലിയൊരു പ്ലേഗ് രോഗം ബാധിക്കുകയുണ്ടായി. ആ പിന്നെ പ്ലേഗ് രോഗത്തെ തുടർന്നുകൊണ്ട് അവിടുത്തെ അമീറുമാർ മരണപ്പെട്ടു പോയി. അങ്ങനെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം ആകുമ്പോൾ ഷാമിലെ വാലിയായി ഉണ്ടായിരുന്ന മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്റെ സാക്ഷ്യം നമുക്ക് നോക്കാം. മാ റഅയ്തു റജുലൻ അഖ്ലഖ ബിൽ മുൽകി മിൻ മുആവിയ, മുആവിയയോളം അധികാരത്തിന് ഏറ്റവും യോജിച്ച വ്യക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സത്യസാക്ഷ്യം. അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറായി എന്നതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പഴിചാരാൻ കഴിയില്ല. ഇനി മാത്രമല്ല, അദ്ദേഹം ബനൂ ഉമയ്യ കുടുംബക്കാരായതിന്റെ പേരിൽ മാത്രം ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം സമർത്ഥനായ ഒരു നയതന്ത്രജ്ഞനായിരുന്നു. അത് നബി അംഗീകരിച്ചതാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചതാണ്, ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചതാണ്. അദ്ദേഹം ആദിലായിരുന്നു, നീതിമാനായിരുന്നു, തന്ത്രജ്ഞനായിരുന്നു, ക്ഷമാശീലനായിരുന്നു. അദ്ദേഹം ഒരുപാട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരു മഹാനായ ഒരു സഹാബി വരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെയുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞത് ബദറിൽ വന്നിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. അതൊന്നും ഇപ്പോൾ മറുപടി അർഹിക്കുന്നില്ല. നമ്മൾ നേരത്തെ ചരിത്ര അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളുമായ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പോവുകയാണല്ലോ, അതുകൊണ്ട് റുഖയ്യയെ നോക്കാൻ ഉസ്മാൻ ഇവിടെ നിന്നോളൂ എന്ന് നബി പറഞ്ഞതിന്റെ പേരിലാണ്. അള്ളാഹു റസൂലും പറഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് മതത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിന്റെ അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി എന്നാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എല്ലാവർക്കും സംഭവിച്ചു പോയൊരു സംഭവമാണത്. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നാൽ അപ്രതീക്ഷിതമായി ഖാലിദ് ബിൻ വലീദ് യുദ്ധം പുനരാരംഭിക്കുകയായിരുന്നു ചെയ്തത്. മലമുകളിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്ത് വിദ്യക്കാരായ ആൾക്കാർ മല ഇറങ്ങിയതോടുകൂടെ പ്രശ്നം പ്രതികൂലമായി തിരിയുകയും യുദ്ധഗതി പ്രതികൂലമാവുകയും ചെയ്യുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഓടി തന്നെ പറയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും പേരുമല്ലാത്ത മറ്റുള്ളവരെല്ലാം ഓടുകയുണ്ടായി. ആ ഓടിയത് എന്തിന്റെ പേരിലെന്ന് അറിയുള്ളൂ, വെപ്രാളം കൊണ്ടാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. അത് ഉഹദ് യുദ്ധത്തിന്റെ ആ രംഗം ശരിക്കും പോസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിഷയം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം കേട്ട് നബി വഫാത്തായി എന്നാണല്ലോ അവർ പ്രചരിപ്പിച്ചത്. നബി വഫാത്തായിട്ടില്ല എന്ന് മനസ്സിലാവാൻ ഒരു ചെറിയ സമയം എടുക്കുകയുണ്ടായി. നബി വഫാത്തായിട്ടില്ല, നബി ഇന്ന ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് നബിയുടെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ സഹാബിമാർ അതിവേഗം തിരിച്ചു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനാണ് ആദ്യമായി തിരിച്ചു വന്ന ആൾ എന്ന് പറയുകയാണ്. എന്താ അതിന്റെ അർത്ഥം?
അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ജീവൻ രക്ഷാർത്ഥം അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു, ഇസ്ലാമിനെ ഒഴിവാക്കി, നബിയെ ഒഴിവാക്കി എന്നൊന്നും അതിനർത്ഥമില്ല. അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് ഒന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷേ അവരെല്ലാം ഞൊടിയിടയിൽ തിരിച്ചു വരികയും യുദ്ധം പുനരാരംഭിക്കുകയും ഇസ്ലാമിന് വേണ്ടി യുദ്ധം വിജയിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി പലരും ഈ ആരോപണം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിൽക്കാലത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ആരോപണത്തിന് ശക്തമായ മറുപടി പറഞ്ഞായി നമുക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉസ്മാൻ ബിൻ മൗഹിബ് റളിയല്ലാഹു തആല അന്ന് ഒരിക്കൽ ഒരാൾ വന്നു, മിസ്റിൽ നിന്ന് ഒരാൾ വന്നു, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. കുറെ ആൾക്കാർ ഓരോരുത്തർ വട്ടം കൂടിയിരിക്കുന്നത് കണ്ട അയാൾ. അപ്പൊ അയാൾ ചോദിച്ചു, ആരാ ഈ ആൾക്കാരൊക്കെ? അപ്പൊ പറഞ്ഞു, ഇത് ഖുറൈശികളാണ്, അവരെല്ലാം അവരുടെ ഷെയ്ഖ് പറയുന്ന ഉറുദി കേൾക്കുകയാണ്, പ്രസംഗം കേൾക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഏതാ ഷെയ്ഖ് എന്ന് ചോദിച്ചു. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ ഈ ഈജിപ്ഷ്യനായ തീർത്ഥാടകൻ ഈ ഷെയ്ഖായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, യാ ഇബ്നു ഉമർ ഇന്നി സായിലുക അൻ ഷൈഇൻ ഫഹദ്ദിത്നി, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവാണ്, അതിന്റെ നിജസ്ഥിതി നിങ്ങളൊന്ന് പറയൂ, എന്താ നിങ്ങളുടെ സംശയം? അദ്ദേഹം ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ അന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി, ശരിയാണോ? ഓടിപ്പോയി, ശരിയാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാം, അതെ, ശരിയാണ്. അത് കേട്ടപ്പോ ഈജിപ്ഷ്യന് താല്പര്യമായി. അയാൾ ചോദിച്ചു, എന്നാൽ ബദർ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല എന്നത് താങ്കൾക്കറിയാമോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതെ, പങ്കെടുത്തിട്ടില്ല, എനിക്കറിയാം. അപ്പോ ഈജിപ്ഷ്യന് ഒന്നും കൂടി താല്പര്യമായി. കാരണം ഈജിപ്ഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ അബ്ദുല്ലാഹിബിന് സബ കുത്തിവെച്ച ഈ വിഷം ഉള്ളിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു പ്രഗത്ഭ പണ്ഡിതന്റെ സാക്ഷ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാ ചടങ്ങ്, അതില് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അറിയാം, ബൈഅത്തുർ റിദ്വാനിൽ അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ ഈജിപ്ഷ്യൻ ചോദിച്ച 3 ചോദ്യങ്ങളും, ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് മാറി, ശരിയാണ്. ബദർ യുദ്ധത്തിൽ വന്നിട്ടില്ല, ശരിയാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല, ശരിയാണ്. അത് കേട്ടപ്പോൾ ഈജിപ്ഷ്യൻ സന്തോഷിച്ചു. അല്ലാഹു അക്ബർ അദ്ദേഹം പറഞ്ഞപ്പോ ഇബ്നു ഉമർ പറഞ്ഞു, തആൽ ഉബയ്യിൻ ലക്, ഇങ്ങോട്ട് വാ, എനിക്ക് ഞാൻ വിശദീകരിച്ചു തരാം. അമ്മാ ഫിറാറുഹു യൗമ ഉഹദ്, ഉഹദ് യുദ്ധ ദിവസത്തിൽ അദ്ദേഹം ഓടി എന്ന് പറഞ്ഞില്ലേ, അത് ഫഅശ്ഹദു അന്നല്ലാഹ അഫാ അൻഹു വഗഫറ ലഹു, അല്ലാഹ് അത് അഫൂ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവർക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൃഷ്ടിയായിക്കൊണ്ട് അവര് ഒന്ന് പിന്മാറേണ്ടി വന്നു എങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അല്ലാമുൽ ഗുയൂബായ അള്ളാഹ്ക്കറിയാം. അതിന്റെ പേരിൽ അള്ളാഹ് അവർക്കെല്ലാം, സത്യരായ സഹാബിമാർക്കെല്ലാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാർക്ക് അത് പൊരുത്തപ്പെട്ട് പുറത്തു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോ പിന്നെ ശരിയാണ്. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞല്ലോ ബദർ യുദ്ധത്തിൽ അദ്ദേഹം വന്നില്ല എന്ന്. അത് ഫൈനഹു കാന തഹ്തഹു ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മകൾ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു, എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. വക്കാനത്ത് മരീളോ തന്നെ, അവർ രോഗിണിയായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലക അജ്റ റജുലിൻ ലിമൻ ഷഹീദ ബദറൻ വസഹ്മുഹു, നിങ്ങൾ പോരേണ്ട, നിങ്ങൾ ഭാര്യയെ നോക്കി ഇവിടെ നിന്നോളൂ, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തതിന്റെ പ്രതിഫലവും ഓഹരിയുമെല്ലാം നിങ്ങൾക്കുണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്. ഇപ്പൊ നബി പറഞ്ഞിട്ടാണ് വിശദീകരിച്ചു കൊടുത്തു. പിന്നെ പിന്നെ ബൈഅത്തുർ റിദ്വാനിൽ അദ്ദേഹം വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഹുദൈബിയ സന്ധിയിൽ സന്ധി സംഭാഷണങ്ങൾക്കായി നബി ഉസ്മാൻ ബിൻ അഫ്ഫാനെ പറഞ്ഞയച്ചു മക്കായിലേക്ക്. ദൗത്യ ശ്രമങ്ങൾക്കിടയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരാൻ വൈകി. അതോടുകൂടെ മുസ്ലിം ക്യാമ്പിൽ കിംവദന്തി വരുന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊല്ലപ്പെട്ടു
ദൗത്യശ്രമത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെടുക, ദൂതൻ കൊല്ലപ്പെടുക, അംബാസഡർ കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നീചമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ, ആ വികാരത്തിൽ സഹാബിവരന്മാരെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ മരണം വരെ പോരാടും എന്ന് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്താണോ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞാൽ? പിന്നെ എങ്ങനെയാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിലുണ്ടാകുക? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വരാത്തത് കൊണ്ട് ഉണ്ടായതാണ് ബൈഅത്തുർ റിദ്വാൻ. അപ്പോ അതും കൂടി കേട്ടപ്പോ പിന്നെ ഈജിപ്ഷ്യന് മസ്രിക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നായി. 10 മടക്കി അയാൾ തിരിച്ചുപോയി എന്നാണ്. ഇതായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് നേരെ ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബഉം അനുയായികളും ഉണ്ടാക്കിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി. ഈ ആരോപണങ്ങൾക്കുള്ള വിശദീകരണങ്ങളിൽ നിന്നെല്ലാം തന്റെ അനുയായികളെ അകറ്റിപ്പിടിക്കുകയും ആരോപണങ്ങൾക്കുള്ള മറുപടി കേൾക്കാൻ അവരെ അനുവദിക്കാതിരിക്കുകയും കേട്ടവർക്ക് മറുപടിക്ക് മറുപടി നൽകി വീണ്ടും വിശദീകരിച്ചുകൊണ്ട് അവരെ ഒപ്പം നിർത്തുകയും ചെയ്തുകൊണ്ട് ഈജിപ്തിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് ഒരു രാഷ്ട്രീയ നീക്കം തന്നെ നടത്തുവാൻ അബ്ദുല്ലാഹി ഇബ്നു സബ തീരുമാനിക്കുകയാണ്. ആ രാഷ്ട്രീയ നീക്കത്തിന്റെ ലക്ഷ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിലാഫത്തിന്റെ കസേരയിൽ നിന്ന്, സിംഹാസനത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു താഴേക്കിടുവാനും ആ മഹാനായ സഹാബി വര്യനെ വധിച്ചുകൊണ്ട് അവരുടെ പരിശുദ്ധ ചോരയിൽ കൈ കഴുകുവാനുമായിരുന്നു. ആ നീക്കങ്ങളാണ് ഇസ്ലാമിക രാജ്യം, ലോകം പിന്നെ ഖേദകരമായി നോക്കി നിന്നു കാണേണ്ടി വന്നത്. അടുത്ത അധ്യായത്തിൽ ആ ചരിത്രപാതകളിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് സഞ്ചരിക്കാം. അതുവരേക്കും നസ്തൗദിഉല്ലാഹ ദീനക്കും വ അമാനാതിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.